ഹലോ ഗായ്സ്, വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആൻഡ് ഹെൽത്തി പ്രോട്ടീൻ പൗഡറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് വെൽക്കം ടു യെറ്റ് അനദർ വീഡിയോ ഓഫ് ഹസന നൗഷാദ് ചാനൽ. ഇതിൽ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ നിലക്കടല പീനട്ടാണ്. നമ്മൾ നട്ട്സ് എല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അതിനായിട്ട് പീനട്ട് ഒന്ന് ചീഞ്ചട്ടിയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. നിലക്കടലയിൽ ധാരാളം പ്രോട്ടീനും ആരോഗ്യപരമായ കൊഴുപ്പുകൾ, നാരുകൾ ഇവയൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും നമ്മുടെ ശരീരഭാരമൊക്കെ നിയന്ത്രിക്കാനൊക്കെ ആയിട്ട് ഈ നിലക്കടല നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതൊന്ന് നന്നായിട്ട് വറുത്തെടുത്തിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള നട്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ അടുത്തത് എടുത്തിരിക്കുന്ന ബദാമാണ്. ബദാമിൽ ധാരാളം പോഷകങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. വിറ്റാമിൻ ഇ, പ്രോട്ടീൻ, ആരോഗ്യപരമായ കൊഴുപ്പുകൾ, പിന്നെ ഇതുപോലെ പറഞ്ഞ പോലെ നാരുകളൊക്കെ ബദാമിൽ ധാരാളമായിട്ടുണ്ട്. ബദാം നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ചർമ്മത്തിൻ്റെയും മുടിയുടെയൊക്കെ ആരോഗ്യമൊക്കെ ധാരാളം മെച്ചപ്പെടുത്താനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ ബദാം. അപ്പം ഞാൻ ബദാം വറുത്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കാഷ്യൂം കൂടി വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഡെയിലി നമ്മൾ കാഷ്യൂ ഒക്കെ 2-3 വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. കാഷ്യൂ വളരെ സ്വാദിഷ്ടമുള്ളതുമാണ്, നമുക്ക് പോഷക സമൃദ്ധമായ ഒരു ആഹാരമാണ്. വിറ്റാമിൻ B6, മഗ്നീഷ്യം, സിങ്ക്, അയൺ ഇവയുടെയൊക്കെ ധാരാളമായിട്ട് നമുക്ക് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ കാഷ്യൂ എന്ന് പറയുന്നത്. നമ്മുടെ രക്തത്തിലേക്ക് പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനൊക്കെ ഇത് സഹായിക്കും. മാത്രമല്ല നമ്മുടെ അണ്ടിപ്പരിപ്പിലെ ഉയർന്ന പ്രോട്ടീൻ അളവ് കാരണം നമ്മുടെ പേശികളുടെയൊക്കെ ആരോഗ്യമൊക്കെ നിലനിർത്താനൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് നിലക്കടലയുടെ തൊണ്ടൊക്കെ ഒന്ന് ജസ്റ്റ് തൊലി കളഞ്ഞ് വെക്കുന്നുണ്ട്. അങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിച്ചിങ്ങനെ ഒന്ന് പിരിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ നമുക്കൊന്ന് പോയി കിട്ടും. അങ്ങനെ അതിൻ്റെ എല്ലാത്തിൻ്റെയും തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞെടുത്ത് അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഡെയിലി ഒരു സ്പൂണൊക്കെ ഈ ഒരു പൗഡർ എടുത്ത് നമുക്ക് രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. എക്സസൈസൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക. കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിലും നല്ലതാണ് കേട്ടോ. മാത്രമല്ല നമ്മുടെ വയറൊക്കെ നന്നായിട്ട് ഫില്ലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കൂടുതൽ വിശപ്പോ കാര്യങ്ങളൊന്നും നമുക്ക് അധികം ഉണ്ടാവില്ല. അടുത്തത് ഞാൻ എടുത്തിട്ടുള്ളത് വാൽനട്ടാണ്. നമ്മുടെ ഒരു പവർ ഹൗസ് എന്ന് തന്നെ പറയാം വാൽനട്ടിനെ. omega-3 ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ വാൽനട്ടിൽ. നമ്മുടെ തലച്ചോറിൻ്റെയൊക്കെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. മാത്രമല്ല ഇതിനകത്തുണ്ടാകുന്നൊരു പോളിഫെനോൾസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ വീക്കം കുറയ്ക്കാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ വാൽനട്ട് കഴിക്കുകയാണെങ്കിൽ കൊളസ്ട്രോളിൻ്റെ അളവ് നിയന്ത്രിക്കും, ഹൃദയാഘാത സാധ്യതയൊക്കെ നമുക്ക് കുറയ്ക്കും. ഇങ്ങനെയുള്ള എല്ലാത്തിനും വളരെ നല്ലതാണ്. നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റും കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. അടുത്തത് ഞാൻ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ സീഡും പംകിൻ സീഡുമാണ്. പോഷകത്തിൻ്റെ ഒരു കലവറ തന്നെയാണ് കേട്ടോ ഈ സൺഫ്ലവർ സീഡ് എന്ന് പറയുന്നത്. വിറ്റാമിൻ ഇ, മഗ്നീഷ്യം, സെലീനിയം എന്നിവയുടെ ഒരു എല്ലാത്തിൻ്റെയും കൂടെ ഒരു മിക്സാണ് കേട്ടോ. നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. ശരീരത്തിന് ഉണർവുണ്ടാവാനും ഒക്കെ സഹായിക്കും. സൺഫ്ലവർ സീഡിലുണ്ടാവുന്ന നാരുകളൊക്കെ നമ്മുടെ ദഹനത്തിനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ പംകിൻ സീഡും അത്യാവശ്യം വളരെ സമ്പുഷ്ടമായ പോഷകത്തിൻ്റെ ഒരു ഉറവിടം തന്നെയാണ്. ഇതിനകത്ത് പ്രോട്ടീൻ, മഗ്നീഷ്യം, സിങ്ക്, അയൺ ഇതൊക്കെ ധാരാളമായിട്ടുണ്ട്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവൊക്കെ നിയന്ത്രിക്കാനുള്ള കഴിവ് ഈ മത്തങ്ങ വിത്തിനുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ മിക്സിഡ് ജാറിലിട്ട് പൊടിക്കുകയാണ് പോകുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ ആ പീനട്ട് കുറച്ച് വറുത്തതൊന്ന് മാറ്റിയെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ ജസ്റ്റ് വെറുതെ കഴിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ടിന്നിലാക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കി നമുക്ക് ആവശ്യത്തിനുണ്ടായിരുന്ന നട്ട്സ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് അരഞ്ഞു പോകാത്ത രീതിയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അരഞ്ഞു പോയതിൻ്റെ ഓയിലൊക്കെ പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഒത്തിരി അരയ്ക്കണ്ട. പിന്നെ ഇത് ഒരുപാട് ഉണ്ടാക്കി വെക്കണം എന്നില്ല. നമുക്ക് ആവശ്യത്തിന് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. നമുക്ക് വലിയ പണിയൊന്നുമില്ലല്ലോ. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. കേട് വരാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കുമ്പോൾ. അങ്ങനെ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്ത് നമ്മൾ നല്ല രീതിയിലൊന്ന് സ്റ്റോർ ചെയ്ത് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഒരു നല്ല ടിന്നിലൊക്കെ ഇട്ടിട്ട്. ചില്ലിൻ്റെ ടിന്നാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. നമുക്ക് എന്തെങ്കിലും ഫുഡിലൊക്കെ പാലിലൊക്കെ ഇട്ടിട്ടൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. പാലിലൊക്കെ ആരോഗ്യം നിലനിർത്താനൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു പൗഡർ. നിങ്ങളെല്ലാവരും ഒന്ന് കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കുക. നിങ്ങളും കഴിക്കുക. ഡെയിലി 1 സ്പൂണോ 2 സ്പൂണോ, രാവിലെ 1 സ്പൂണോ വൈകിട്ട് 1 സ്പൂണൊക്കെ ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിൽ തന്നെ വെച്ചിട്ട് നിങ്ങളിത് അടച്ച് വെച്ച് സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.